ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് ആശയങ്ങൾ മാത്രമാണ്. അത്തരം ആശയങ്ങൾ ദീർഘമായി ചർച്ച ചെയ്തോട്ടെ. മധ്യവേനൽ അവധി മാറ്റിയിട്ട് മഴക്കാലത്തേക്ക് അവധി കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ദീർഘമായി ചർച്ച ചെയ്യട്ടെ. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ അരുൺ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നാണ് ഉന്നത വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി ഉന്നത വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഇത് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് വെക്കേഷൻ നീട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പ്രവേശന പരീക്ഷകളൊക്കെ നടത്തിയുമ്പോഴേക്കും സ്വാഭാവികമായും ഈ പ്രവേശന പരീക്ഷകളൊക്കെ വരുന്നതിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രവേശനങ്ങൾ നടപടികൾ നീണ്ടുപോകും. അതുപോലെ നീറ്റ് ആയാലും ജോയിന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിനും അഡ്വാൻസ്ഡ് ആയാലും, അതുപോലെ സംസ്ഥാന പ്രവേശന പരീക്ഷ കമ്മീഷൻ നടത്തുന്ന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ആയാലും, ഏതാണ്ട് പ്ലസ് ടു കഴിയുമ്പോഴേക്ക് കുട്ടികൾക്ക് ഏതാണ്ട് 50 മുതൽ 60ഓളം പ്രവേശന പരീക്ഷകളുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് നമ്മുടെ വെക്കേഷൻ, നമ്മുടെ ക്ലാസ്സുകൾ, ഈ മിക്ക പരീക്ഷകളും നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലുമാണ്. അപ്പൊ അതിനനുസരിച്ച് ഈവൻ ഡിസൈനിന്റെ പരീക്ഷ വരുന്നത്, ഡിസൈനിന്റെ പരീക്ഷ പ്ലസ് ടു പരീക്ഷകൾക്ക് മുമ്പേ തന്നെ ഡിസൈനിന്റെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പെട്ടെന്ന് ഈ ഒരു മധ്യവേനൽ അവധി മാറ്റുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് കൂട്ടായ ചർച്ച ചെയ്യട്ടെ. ഈ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദേശീയ പ്രവേശന പരീക്ഷാ മേധാവികളും അതുപോലെ അയൽ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. ഇനി വിദേശ പഠനത്തിന്റെ കാര്യം നോക്കൂ. ഏതാണ്ട് 10 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം വിദേശ ക്യാമ്പസിൽ എത്തുന്നത്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 70 മുതൽ 75,000 വിദ്യാർത്ഥികളാണ് പ്രതിവർഷം വിദേശ ക്യാമ്പസിൽ എത്തുന്നത്. അവിടെ ഫോൾ സെമസ്റ്റർ തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് സാറ്റ് പരീക്ഷയും IELTS അല്ലെങ്കിൽ ടോഫിൽ പരീക്ഷ എഴുതി അമേരിക്കയിലോ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് അണ്ടർഗ്രാഡ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സമയം മതിയാവില്ല. ആ കുട്ടിക്ക് വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കിട്ടിയാൽ മാത്രമേ വേണ്ട രീതിയിൽ തയ്യാറെടുക്കാൻ പറ്റൂ. അപ്പോ പല രീതിയിലുള്ള സിൻക്രണൈസേഷൻ ഇതിൽ ആവശ്യമാണ്. അത് ദേശീയ പ്രവേശന പരീക്ഷകളെ ബാധിക്കരുത്, അയൽ സംസ്ഥാനങ്ങളിൽ നമ്മളെ കുട്ടികൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളെ ബാധിക്കരുത്, വിദേശ സർവകലാശാലകളിൽ നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ പ്രക്രിയയെ ബാധിക്കരുത്. ബാധിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും അടുത്ത വിന്റർ സെമസ്റ്ററിലേക്ക് പോകണം. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഫാൾ സീസണിൽ പോകാൻ പറ്റാത്ത ഒരു കുട്ടി നെക്സ്റ്റ് ഇയർ ജനുവരി ഫെബ്രുവരി വിന്റർ സെമസ്റ്ററിൽ പോകേണ്ടി വരും. അപ്പൊ ഈ ഒരു സ്ഥിതി അതിനനുസരിച്ച് പലപ്പോഴും ഈ അഡ്മിഷൻ പ്രക്രിയക്ക് അനുസരിച്ചാണ് സ്കോളർഷിപ്പുകളും അസിസ്റ്റൻഷിപ്പുകളും ഫെലോഷിപ്പ് പ്രോഗ്രാമുകളും എല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പൊ ആ സ്കൂൾ എഡ്യൂക്കേഷൻ ഇതിനു മുമ്പ് എനിക്ക് സംസാരിച്ച എല്ലാവരും പറഞ്ഞ പോലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് വളരെ ഊന്നൽ നൽകേണ്ടതുണ്ട്. മികച്ച ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികവുറ്റ സ്കോറോട് കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റും. അതും ചർച്ച ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ബാക്ക് ബെഞ്ചിന്റെ കാര്യം. ഇപ്പോഴുള്ള ഇരിക്കുന്ന രീതി മാറ്റി എല്ലാ കുട്ടികളെയും ആ രീതിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഇതിവിടെ 2 അധ്യാപക സംഘടനാ പ്രതിനിധികളുണ്ട്. അവർ പറയട്ടെ, എത്ര കുട്ടികൾ ഇപ്പോഴുള്ള ബെഞ്ച് മാറ്റി ഈ കുട്ടികളെ ഈ രീതിയിൽ ഇപ്പോഴുള്ള ക്ലാസ് റൂമിൽ എത്ര ക്ലാസ് റൂമുകളിൽ ഇരുത്താൻ പറ്റും? ഓരോ വർഷവും 10%, 20% സീറ്റുകൾ പ്ലസ് 1-ലും പ്ലസ് 2-ലും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ, അത് എനിക്ക് തോന്നുന്നത് വളരെ ക്രൗഡഡായി തോന്നാനാണ് സാധ്യത. നാളിതുവരെയുള്ള റൊട്ടേഷണൽ സിസ്റ്റം വളരെ ഫലപ്രദമാവുന്നതെന്ന് ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറയുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. അതിനപ്പുറം മികച്ച തൊഴിൽ ലഭിക്കണമെങ്കിൽ, മികച്ച തൊഴിൽ മേഖലയിൽ എത്തണമെങ്കിൽ തൊഴിൽ ലഭ്യത മികവ് ആവശ്യമാണ്. അതിന് മികച്ച സ്കിൽ വേണം. അപ്പൊ സ്കിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. 18-23 വയസ്സിനിടയിലുള്ള ജെൻസേഴ്സിന്റെ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ ഏതാണ്ട് 42%. കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള കേരളം എന്ന രീതിയിൽ ഈ രംഗത്ത് കേരളവും വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥിതി മനസ്സിലാക്കി എന്താണോ പെട്ടെന്ന് വേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാനുണ്ട്. അതിനൊരു മുൻഗണനാ ക്രമം വെച്ച് ബാക്ക് ബെഞ്ച് മാറ്റി സീറ്റിംഗ് അറേഞ്ച്മെന്റ് മാറ്റുന്നതോ മധ്യവേനൽ അവധി മാറ്റി ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നതിനപ്പുറം ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എങ്ങനെ ഫലപ്രദമായി കൊണ്ടുവരാം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം.